നമസ്തേ. സന്ദേശമാല കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇന്നത്തെ കുട്ടികൾ ഉപദേശം കേൾക്കുന്ന കുട്ടികളല്ല. അതുകൊണ്ട് കുട്ടികളെ രക്ഷിതാക്കൾ ഉപദേശിക്കാൻ നിൽക്കരുത്. നമ്മൾ അവർക്ക് മാതൃകയാവുകയാണ് വേണ്ടത്. എന്നാൽ അത് കുട്ടിക്കാലത്ത് തന്നെ വേണം. 25 വയസ്സായി, ഇനി മക്കൾക്ക് മാതൃകയായി കാണിക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. മുട്ടിലിഴയുമ്പോഴേ നാം കുട്ടികൾക്ക് മാതൃകയാവണം. നമ്മുടെ പ്രവൃത്തികൾ കണ്ട് കുട്ടികൾ പഠിക്കണം. അടുത്ത പറമ്പിലെ തെങ്ങിൽ നിന്ന് നാളികേരം നമ്മുടെ പറമ്പിലേക്ക് വീണാൽ കുട്ടികൾ കാണാതെ അതെടുത്ത് അവരെ പറമ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. കുട്ടികൾ കാണണം അത് ഇട്ട് കൊടുക്കണം. പിന്നീട് മക്കളും അത് തന്നെ ചെയ്യും. അച്ഛനമ്മമാരുടെ പാദം നമസ്കരിച്ചാണ് നാം ഒരു ദിവസം തുടങ്ങേണ്ടത്. മക്കളും നമ്മുടെ പാദം നമസ്കരിച്ച് തുടങ്ങും. വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരുമ്പോൾ നാം പത്രം വായിക്കുകയോ TV കാണുകയോ ചിലപ്പോൾ മൊബൈൽ നോക്കുകയോ ഒക്കെ ആവാം. അങ്ങനെയാണെങ്കിൽ അത് മാറ്റിവെച്ച് അതിഥിയെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അത് മക്കൾ കാണുമ്പോൾ മക്കളത് കണ്ടുപഠിക്കും. മക്കളോട് അമ്പലത്തിൽ പോകാൻ പറയരുത്. നമ്മൾ അമ്പലത്തിലേക്ക് പോകും, മക്കളെ കൂട്ടിക്കൊണ്ടു പോകണം. നാം എന്താണ് അവിടെ ചെയ്യുന്നത് അത് മക്കൾ കണ്ടുപഠിക്കണം. വീട്ടിലെല്ലാവരും നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങാൻ കിടക്കണം. അങ്ങനെ കിടന്നാൽ മക്കളും ആ ശീലത്തിൻ്റെ ഭാഗമാകും. പഠിപ്പിക്കുന്ന അധ്യാപകരെ ബഹുമാനിക്കണമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണ്ട. അതിനു പകരം നമ്മൾ പഠിക്കുന്ന കാലത്ത് അധ്യാപകരെ എങ്ങനെയായിരുന്നു ബഹുമാനിച്ചിരുന്നത് എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. അച്ഛൻ ഭക്ഷണം കഴിച്ച പാത്രം അച്ഛൻ തന്നെ എടുത്തുകൊണ്ടുപോയി കഴുകി തുടച്ച് വയ്ക്കുന്നത് മക്കൾ കാണും. അപ്പോൾ മക്കളും അതുപോലെ ചെയ്യും. നേരത്തെ അയൽക്കാരൻ്റെ വീട്ടിലെ നാളികേരം അവിടേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നു പറഞ്ഞുവല്ലോ. എന്നാൽ ആ വീണ നാളികേരം നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് എടുത്തു പോയി വെക്കുകയാണെങ്കിൽ മക്കളും അതുപോലെ ചെയ്യും. പിതാവ് രാവിലെ എഴുന്നേറ്റ ശേഷം പല്ല് തേക്കാതെ ചായ കുടിക്കുക. അയാൾ ചായക്കൊപ്പം സിഗരറ്റും വലിക്കുന്നു. കാലുകൾ കയറ്റി വെച്ചത് ടീപ്പോയിൻ്റെ മേലെയാണ്. സംസാരിക്കുന്നതിനിടയിൽ അയാൾ ജനലിലൂടെ പുറത്തേക്ക് തുപ്പുകയും ചെയ്യുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചില്ലെങ്കിലും അച്ഛൻ്റെ ചലനങ്ങൾ കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കും. അത് കുട്ടിയുടെ മസ്തിഷ്കത്തിൽ പതിഞ്ഞു നിൽക്കും. മുതിർന്നതോടെ കുട്ടിയിൽ ആ ചലനങ്ങൾ വളർന്നു വന്നു. ചാരുകസേരയിൽ ടീപ്പോയിൻ്റെ മേലെ കാലെടുത്ത് വെച്ച് പല്ല് തേക്കാതെ ചായ കുടിച്ച് ജനലിലൂടെ പുറത്തേക്ക് തുപ്പുകയും ചെയ്യും. നാം പറയുന്നതല്ല മക്കൾ പഠിക്കുക, അനുഷ്ഠിച്ച് കാണിക്കുന്ന കാര്യങ്ങളാണ്. അതിനാലാണ് ഗുരുവിനെ ആചാര്യൻ എന്ന് വിളിക്കുന്നത്. അച്ഛനമ്മമാർ കുട്ടികൾക്ക് സ്നേഹവും വാത്സല്യവും കൊടുക്കുന്നതിനോടൊപ്പം മൂല്യങ്ങളും നല്ല സംസ്കാരവും പകർന്ന് നൽകണം. സ്വയം
മാതൃകയായി തീരാൻ ശ്രമിക്കണം. ഇതിലൂടെ കുട്ടികളിൽ ധർമ്മ ബോധവും നല്ല ശീലങ്ങളും വളരും. പ്രവൃത്തികളിൽ ജാഗ്രതയുണ്ടാകും. ഓരോ പ്രവൃത്തികളും ചെയ്യുന്നതിന് മുമ്പായി ഇത് ധാർമ്മികമാണോ, ഇതുമൂലം പാപം വരുമോ എന്ന ചിന്ത കുട്ടികളിൽ ഉണരണം. അതിന് മക്കളെ കരുത്തുള്ളവരായി വളർത്തണം. മൂല്യബോധവും നല്ല സംസ്കാരവും ശക്തമാകണമെങ്കിൽ ഏത് പ്രലോഭനത്തെയും അതിജീവിക്കാൻ അവർക്ക് സാധിക്കണം. ജീവിതം കൊണ്ട് നേടേണ്ടത് പണ സമ്പാദനവും സുഖവും മാത്രമല്ല, അതിലും മഹത്തായ ലക്ഷ്യം ജീവിതത്തിലുണ്ട് എന്ന ബോധം കുട്ടികളിൽ ആദ്യമേ തന്നെ വളർത്തിയെടുക്കണം. അതിന് സാധിച്ചാൽ ക്രമേണ സമൂഹവും ധാർമ്മികമായി ഉണരും. എല്ലാ രംഗത്തും പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. അതിന് കുട്ടികളെ മൂല്യബോധമുള്ള കരുത്തുള്ള മക്കളാക്കി വളർത്താൻ ശ്രമിക്കണം. അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ആലോചിക്കും.